റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, എപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഓർക്കുന്ന ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. എപ്പോഴും മഹദി അത് പറയും. എത്ര വട്ടമാണ് ആവർത്തിച്ചു പറഞ്ഞത് എന്ന് പറയാൻ കഴിയില്ല, അത്രയും അധികം പറഞ്ഞിട്ടുണ്ട്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്ദരമായ പെരുമാറ്റത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അപ്പോഴേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എടുത്തു പറയും. എന്താണ് ആ സംഭവം? എന്റെ രക്ഷിതാക്കളോട് പറയട്ടെ, കൂട്ടുകാരോട് പറയട്ടെ, നമുക്കത് പാഠമാകണം, ജീവിതത്തിൽ അത് സ്വീകരിക്കണം. കഥ മാത്രം മനസ്സിൽ ചുരുണ്ടുകൂടിയാൽ പോരാ, ആ കഥയുടെ ആവർത്തിക്കപ്പെടുന്ന ആവർത്തനത്തിന്റെ പതിപ്പുകളായി നമ്മൾ മാറണം. ആ രൂപത്തിൽ നമ്മളത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരു ദിവസം സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അവിടുത്തെ അടിമയുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലഹാരം കൊടുത്തയച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ളത്. പലഹാരവുമായി അടിമ വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുക്കളയിൽ നിന്ന് വന്നു. ആ അടിമയോട് ചോദിച്ചു, എന്താണിത്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നയച്ച പലഹാരമാണ്. ആരാ തന്നത്? സഫിയ ബീവി റളിയല്ലാഹു അൻഹ തന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടിമയുടെ കൈക്കൊരു തട്ട് കൊടുത്തു. പാത്രം നിലത്ത് വീണ് ഉടഞ്ഞു. അതിലുള്ള പലഹാരങ്ങൾ ചിന്നി ചിതറി പല ഭാഗത്തേക്കും പോയി. പരിഭ്രമത്തോടെ ആ അടിമ നോക്കുന്നത് രണ്ട് മുഖങ്ങളിലേക്കാണ്. അപ്പുറത്തിരിക്കുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഇത് വന്ന് കയ്യിൽ നിന്ന് തട്ടിപ്പോയ ആയിഷ റളിയല്ലാഹു അൻഹയിലേക്കും നോക്കുമ്പോ നമ്മളൊന്ന് വിലയിരുത്തണം. വീട്ടിലേക്ക് ചിന്തിക്കൂ. വീട് പലപ്പോഴും യുദ്ധക്കളമാകുന്ന രംഗങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്, കുടുംബക്കാരൻ വന്നു എന്നുള്ളത് അയൽവാസികളൊക്കെ അറിയുന്നത് ശബ്ദകോശം കൊണ്ടാണ്. എന്തെങ്കിലും ശബ്ദമയമായിട്ടുണ്ടോ? ആള് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഉറങ്ങാം. ഇതുവരെ വീട്ടുകാരൻ എത്തിയിട്ടില്ല എന്ന രീതിയിൽ അയൽവാസി ഇങ്ങനെ കാതോർക്കുകയായിരുന്നു. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മൊബൈലിന്റെ ശബ്ദം കൊണ്ട് മനസ്സിലായതല്ല, കോളിംഗ് ബെല്ല് കൊണ്ട് മനസ്സിലായതല്ല, കാറ് വന്ന് നിർത്തിയത് കൊണ്ടും മനസ്സിലായതല്ല. അതിനേക്കാളും പരുപരുത്തൻ ശബ്ദകോശങ്ങൾ, അതേ വിസ്ഫോടനങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുകയാണ്. അതോ 100% കുറ്റപ്പെടുത്തലുകളാണോ? അല്ലെങ്കിൽ വഴക്ക് വിളമ്പലാണോ? അല്ലെങ്കിലോ വിഴുപ്പലക്കലാണോ? ആവശ്യമില്ലാത്ത ചൊറിച്ചിലാണ്. അത് അയൽവാസി ഒരാള് വന്നിട്ടുണ്ട്, ഇനി നമുക്ക് ഉറങ്ങാം, സമാധാനായി. ഇതുവരെ അവിടെ ആരും എത്തിയിട്ടില്ല എന്നാ കരുതിയത്. അപ്പൊ ആളെത്തിയിട്ടുണ്ട്. അപ്പൊ കുട്ടികൾ ചോദിക്കും, ഉമ്മ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായത്? അതാ മോനെ, ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എത്ര ശബ്ദം ഉണ്ടാകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സംവിധാനിച്ച് കൊടുത്തയച്ച പലഹാരം അത് മറ്റാർക്കും കൊടുത്തയക്കും പോലെയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സഫിയ ബീവി ഉണ്ടാക്കി കൊടുത്തയക്കുന്നതാണ്. അത് ഏറ്റവും മേത്തരം വസ്തുവായിരിക്കും, നല്ല സൂക്ഷ്മമായ ഭക്ഷണമായിരിക്കും. അതും വളരെ ശ്രദ്ധിച്ച് പണിപ്പെട്ടുണ്ടാക്കിയ പലഹാരമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തട്ടം കൊടുത്തു. ഈ അടിമ പേടിച്ചുപോയി. അടിമ പരിഭ്രമത്തോടെ നോക്കുകയാണ്. ഇരുമുഖങ്ങളിലേക്കും നോക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, അവിടുന്ന് പ്രതിവചിക്കുന്നത്, മറുപടി പറയുന്നത്, ഗാറത്തു ഉമ്മുക്കും, അടിമയെ ആശ്വസിപ്പിക്കുന്നു, വിഷമിക്കണ്ട, നിങ്ങളെ ഉമ്മാക്ക് അല്പം കലികേറിപ്പോയതാണ്. ഗാറത്തു ഉമ്മുക്കും, അവിടെയും നോക്ക് നിങ്ങൾ ഭാഷയുടെ സൗന്ദര്യം, ഭാഷയുടെ സൗന്ദര്യം നോക്ക്. ആയിഷ റളിയല്ലാഹു അൻഹയെ ബഹുമാനിച്ചുകൊണ്ടാ പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിമർശിക്കുന്നില്ല. ഈ കൊണ്ടുവന്ന വസ്തുക്കളുടെ വില പറഞ്ഞിട്ട് അവിടെ ശബ്ദകോശം ഉണ്ടാക്കുന്നില്ല. ഇനി കൂടുതൽ ഒരു മുതൽ മുടക്കുണ്ടാകുന്നുണ്ട്, പ്ലേറ്റ് പുതിയതൊന്ന് കൊടുക്കണം, അതിന് കമ്പനിയുടെ വില പറയുന്നില്ല.
ആ വസ്തുക്കൾ മുഴുവനും ഉപയോഗശൂന്യമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചിന്നിച്ചിതറും പോലെയല്ല. മാർബിൾ ഒട്ടിച്ച ഗ്രാനൈറ്റ് ഇട്ട വീട്ടിൽ ചിന്നിച്ചിതറിയാൽ അതൊന്നെടുത്തിട്ട് ചെറിയ രൂപത്തിലൊന്ന് ചിലപ്പോ തട്ടേണ്ടി വരും, അല്ലെങ്കിൽ തട്ടേണ്ടി വരില്ല. ഒന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭവനം അടിയിൽ മുസൈക്കിട്ടതല്ല, കാവി പുജച്ചതല്ല, സാദാ കളിമണ്ണാണ്. ആ കളിമണ്ണൊന്ന് ഉറപ്പിച്ചു നിർത്തിയതാണ്. ആ നിലത്തല്ലേ ഇത് വീഴുന്നത്. എല്ലാ ഭാഗത്തേക്കും തെറിക്കുമ്പോൾ അതിൽ ചളിയാവുകയല്ലേ, മണ്ണും മണ്ണലും അതിലേക്ക് പെട്ടെന്ന് പിടിക്കുകയല്ലേ. തങ്ങളുടെ പ്രതികരണം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അത്ഭുതപ്പെടുത്തിപ്പോയി. ഒരു സാദാ ഭർത്താവിൽ നിന്ന് ഇങ്ങനെയാണോ പ്രതീക്ഷിക്കാൻ പറ്റുന്നത്? അല്ല, എത്രമാത്രം കയർക്കും. തങ്ങൾ പുഞ്ചിരിക്കുകയാണ്. അവിടെ ആ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തരുണീമണിയുടെ സഹധർമ്മിണിയുടെ മനസ്സുപോലും പിടിച്ചുലക്കിയത് ഈ സുന്ദരമായ മറുപടിയാണ്. ഉമ്മുക്കും, നിങ്ങളെ ഉമ്മാക്ക് അല്പം കലികേറിപ്പോയി, പേടിക്കണ്ട. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ പെറുക്കിയെടുക്കുകയാണ്. നമ്മളാണെങ്കിലോ 2 വാണിംഗ് കൊടുത്ത് ഒറ്റ പോക്ക. ഞാൻ വരുമ്പോഴേക്കും ഇതൊക്കെ ക്ലീൻ ആകണം, ഇല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് മൂർച്ച കൂടിയതാണെങ്കിൽ അത് അതിന്റെ കൂടെ ചേർത്ത് തൊലാക്കും പറയും. തൊലാക്ക് ഒരു കളിപ്പാവല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിക്കുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങോട്ട് വാരി വിതറുന്ന ഒന്നാണ്. അതൊക്കെ പെരുമാറ്റത്തിന്റെ എത്രമാത്രം വലിയ ദൂഷ്യതയാണ്. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴേക്ക് പറയാനുള്ളതല്ലല്ലോ അത്. തിരിച്ചും സഹോദരിമാർക്ക് പറയാനുണ്ട്, അവർക്ക് ഇങ്ങോട്ട് തിരിച്ചും പറയാനുണ്ട്. നമ്മൾ അങ്ങോട്ട് ത്വലാഖ് പറയുന്നതിന് മുമ്പ് പറയാനുണ്ട്. കുറച്ചൊക്കെ അത്യാവശ്യം സാമ്പത്തിക ശേഷിക്കുള്ള പെണ്ണാണെങ്കിലും കുറച്ചെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തരാം, ഞങ്ങളൊന്ന് മാറി നിൽക്കോ, ഒന്ന് മാറി ജീവിക്കാനാണ്. ഫുൽ എന്ന് പറയുന്ന ഒരു മാർഗല്ലേ, പൊറുതികേട് വന്നാൽ അങ്ങനെ ഒരു മാർഗല്ലേ ഇസ്ലാമിലുണ്ട്. പക്ഷേ അവര് നല്ല സ്നേഹമുള്ളവരായതുകൊണ്ട് അതൊന്നും നമ്മളെ പോലെ പെട്ടെന്ന് ചാടി പറയൂല. അങ്ങനെ എത്ര കുടുങ്ങുന്ന ആളുകളുണ്ട്. അവരൊന്നൊന്നല്ല 3 പറഞ്ഞത്. ഇനി ഒരു മേൽവിലാസം പുതിയത് സൃഷ്ടിക്കണമെങ്കിൽ എത്ര വലിയ അദാബാണ്. അത് ഈ സ്വഭാവത്തിന്റെ ദൂഷ്യത കൊണ്ടാണ്. എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്? നിസ്സാരമായൊരു പ്രശ്നത്തിലുള്ള പ്രതികരണത്തിന്റെ പേരിൽ. നമ്മൾ ശരിക്കും ആലോചിക്കണം, മനസ്സ് തുറന്ന് നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ശറഫാക്കപ്പെട്ട കൈയിലേക്ക് പലഹാരത്തിന്റെ ചിന്നിച്ചിതറിയ കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് പുറത്ത് വേസ്റ്റിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തങ്ങളത് ഒഴിവാക്കുമ്പോ വിളിക്കുന്ന വിളിയാ ആയിഷൂ, സൗന്ദര്യത്തിന്റെ വിളിയാണ്. ഏ പെണ്ണെ നല്ല വിളിക്കുന്നത്. ആയിഷ ബീവിക്ക് ആ വിളി കേൾക്കുമ്പോൾ വല്ലാത്ത ഇഷ്ടമാണ്. പേര് ഒന്ന് സ്നേഹത്തിന് വേണ്ടി തസ്ഗീറാക്കി വിളിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. 4 അക്ഷരമുള്ള പേരാണെങ്കിൽ 1 അക്ഷരമോ 2 അക്ഷരമോ കളഞ്ഞിട്ട് വിളിക്കും. ഒന്നുകിൽ തർഹീമാക്കി വിളിക്കും, അല്ലെങ്കിൽ തസ്ഗീറാക്കി വിളിക്കും. ഇത് സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ്. ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ അവിടുന്ന് വിളിക്കുന്നത് യാ ആയിഷൂ, ഓ ആയിഷൂ. പ്ലേറ്റ് നമ്മളുടേതല്ലല്ലോ, അത് അവിടുന്ന് വായ്പ കൊണ്ടുവന്നതല്ലേ. പകരം ഒരു നല്ല പാത്രം എടുത്തു കൊടുക്കൂ. ഒരു ചെറിയ ദേഷ്യത്തിന്റെ ഒരു കണിക പോലും ഇല്ല. നമ്മളിങ്ങനെ ചിന്തിക്കാണ്, ഉസ്താദെ അങ്ങനത്തെ ആകാൻ കഴിയോ? ശ്രമിക്കണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ ശ്രമിച്ചാൽ നടക്കും. കാരണം നമ്മളെ പകർത്തുന്ന ഒരു വിഭാഗം അപ്പുറത്തും ഇപ്പുറത്തുണ്ട് എന്നുള്ള നല്ല ചിന്ത വേണം. അവരെന്താ പകർത്തുന്നത്? ഓ, ഒരു ബാപ്പയായാൽ ഇങ്ങനെയൊക്കെ ചൂടാകണം, ഒരു ബാപ്പയായാൽ ഇങ്ങനെയൊക്കെ അനാവശ്യം പറയണം, ഒരു ജ്യേഷ്ഠനായാൽ ഇങ്ങനൊക്കെ പറയണം, ഒരു ഉമ്മയായാൽ ഇങ്ങനൊക്കെ പറയണം. ഇത് പെട്ടെന്ന് മനസ്സിലേക്ക് കയറ്റുന്ന നമ്മുടെ മക്കളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, 2 വയസ്സ് പ്രായമായവർ.
പുറത്തുനിന്നൊരാള് വന്നിട്ട് നമ്മുടെ കുട്ടിയെ പതുക്കെയൊന്ന് തോണ്ടി, വേദനിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ കുട്ടിക്കത് തൃപ്തിയാകാതിരുന്നപ്പോൾ ഈ വന്ന് തോണ്ടിയ ആളെ കുട്ടി വിളിക്കുന്നത് പോത്തേന്നാണ്. പോത്തേന്ന് വിളിക്കുമ്പോ അയാള് അന്തം വിട്ടുപോകാണ്. നഊദുബില്ലാഹ്. 2 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ. ഈ കുട്ടി ഈ വീട് വിട്ടൊരു കലാലയത്തിലേക്കും പോയിട്ടില്ല. ആ കുട്ടിക്ക് ആദ്യമായി അദബിന്റെ ശീലുകൾ മുഴുവനും പകർന്നു കൊടുക്കേണ്ട കലാലയം സ്വന്തം വീടാണ്. ഈ വീട് വിട്ട് ഈ കുട്ടി പുറത്തു പോയില്ലല്ലോ. ബാപ്പയോട് ചോദിക്കുന്നു, നിങ്ങളെ മകൻ എത്ര വയസ്സായി? ഈ കുട്ടിക്കോ 2 വയസ്സായി. ഇവനാളുഷാറാ. എന്തുഷാറ്? നിങ്ങൾ എന്തുഷാറ് എന്നാ പറഞ്ഞത്? ഞാൻ പതുക്കെ അവനൊന്ന് തോണ്ടിയപ്പോ സ്നേഹത്തോടെ അവൻ എന്നെ വിളിച്ചു പോത്തേ. അപ്പൊ പിന്നെ വാപ്പ കുട്ടിയോട് ചോദിക്കാണ്, അല്ല പോത്തെ നീ അങ്ങനെ വിളിച്ചോ? അപ്പൊ അയാൾക്ക് മനസ്സിലായി കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ബാപ്പ തന്നെ ഇപ്പൊ കുട്ടിയെ സംബോധന ചെയ്തത് പോത്തേന്നല്ലേ. ഇതല്ലേ ആ കുട്ടി പഠിച്ചത്. ഇനി എന്ത് പറയാനാണ്? ഇനി ആ കുട്ടിയെ ഒന്നും പറയാനില്ല. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെയാ നമ്മുടെ അവസ്ഥ. ഇതങ്ങനെ അവർ പകർത്തുകയാണ്. ഇത് സ്വകാര്യമായി ഒന്ന് പതുക്കെ തോളിലൊക്കെ ഒന്ന് കൈയിട്ട് സ്നേഹത്തോടെ അണച്ചുകൂട്ടി ചോദിച്ചാ പറയും, അതങ്ങനെ കേട്ടതാണ്, അത് അവിടുന്ന് കേട്ടതാ, ബഹുമാനത്തോടെ കേട്ടതാണ്. ആരിൽ നിന്ന്? അത് ഉപ്പൂപ്പയിൽ നിന്ന് കേട്ടതാണ്, ഉമ്മാമയിൽ നിന്ന് കേട്ടതാ, ഉമ്മയിൽ നിന്ന് കേട്ടതാണ്, സഹോദരിയിൽ നിന്ന് കേട്ടതാണ്, ഇത്താത്ത പറഞ്ഞതാണ്, പകർത്തി. അതുകൊണ്ടാ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുന്നത്, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളെ പിന്നാലെ പിന്തുടർന്ന് ജീവിക്കുന്ന സൂക്ഷ്മശാലികളായ ഭാര്യസന്തതികൾ, അവർക്ക് ഞങ്ങളെ മാതൃകായോഗ്യരാക്കി തരണം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങൾ ആരാന്നറിയോ? നമ്മൾ ശരിക്ക് ഭക്ഷണം കൊടുത്ത് നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് നല്ല ശിക്ഷണങ്ങൾ നൽകി സ്നേഹങ്ങൾ നൽകി സംവിധാനിച്ച് നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ സഹധർമ്മിണികൾ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, പേരമക്കൾ, അവർക്ക് ലിൽ മുത്തഖീന ഇമാമാ. എന്നിൽ നിന്ന് എന്റെ കുട്ടി സൽസ്വഭാവം പഠിക്കണം. എന്നിൽ നിന്ന് എന്റെ കുട്ടി ജീവിതത്തിന്റെ അവസാനം വരെ മാതൃക പഠിക്കണം. എന്റെ ബാപ്പ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സ്വഭാവം ഞാൻ ഒരു നിലക്കും ഒഴിവാക്കൂല. കാരണം അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. എന്റെ ഉമ്മ എന്നോട് ഉപദേശിച്ചത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ആ സൽ സ്വഭാവം ഞാൻ കൈവിടിയുകയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങളെത്ര തന്നാലും ശരി, നിങ്ങളെത്ര സ്വാധീനിച്ചാലും ശരി, ഇങ്ങനെ പറഞ്ഞ് ഭർത്താവിന്റെ സ്വഭാവം മാറ്റുന്ന പെൺകുട്ടികളില്ലേ, ഭാര്യയുടെ സ്വഭാവം മാറ്റുന്ന ഭർത്താക്കന്മാരില്ലേ? എന്തേ കാരണം? അത് ബാപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് പകർന്നെടുത്ത സ്വഭാവമാണ്. അതാണ് സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്. അതിന്റെ ഒരു കുറവാണ് എവിടെയും കാണുന്നത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശ്യമായ പെരുമാറ്റത്തിലൂടെ സ്വഹാബത്തിന്റെ ദേഷ്യം തണുപ്പിച്ചു.